ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 കാരണം ഇപ്പോൾ മിക്ക സ്കൂൾസിലാണെങ്കിലും കോളേജസിലൊക്കെ ഒരു മാർച്ച് മിഡ് തൊട്ടിട്ട് ഇപ്പോൾ 31st വരെ ക്ലാസ് ഒന്നുമില്ല. സോ നമ്മളുടെ ഇപ്പോൾ കോളേജിലും സ്കൂൾസിലൊക്കെ പോർഷൻസൊക്കെ തീരാറായി. ഇപ്പോൾ ക്ലാസ്സൊക്കെ എൻഡ് ചെയ്യാവുന്ന ഒരു അവസരത്തിലാണ്, ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിലാണ് നമുക്കിപ്പോൾ ഈ ക്ലാസ്സൊക്കെ മിസ്സായിട്ടുണ്ടാവുക. സോ ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാലും ഇനി കുറേ ഹോളിഡേയ്സ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ പോർഷൻസ് ഒന്നും കവർ ചെയ്തിട്ടില്ല. അപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിലും സ്റ്റാഫിനാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഗവൺമെൻറ് പറയുന്നുണ്ട് ഓൺലൈനായിട്ടുള്ള ട്യൂട്ടോറിയൽസൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എഫക്റ്റീവായിട്ട് എങ്ങനെ നമ്മളുടെ ഈ ഓൺലൈൻ ലെക്ചേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ട്യൂട്ടോറിയൽസ് സ്റ്റുഡൻസിന് ഡെലിവർ ചെയ്യാമെന്നാണ് ഞാൻ ഇന്നത്തെ ലെക്ചറിൽ പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൂഗിൾ ഒരു കിഡ്ലൻ ആപ്പ് ഓൾറെഡി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഗൂഗിൾ ക്ലാസ് റൂം. ഇത് നമ്മളുടെ ഇതിലെല്ലാം ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോഴ്സിലൊക്കെ ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം സെർച്ച് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നെറ്റ് കുറച്ച് സ്ലോ ആണ്. സോ നമുക്ക് ഗൂഗിൾ ക്ലാസ് റൂം പ്ലേ സ്റ്റോറിൽ പോയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്നതാണ്. സോ ഓൾറെഡി അവൈലബിൾ ആണ്, ഇതെല്ലാം ഫ്രീ ആണ്. സോ ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യുക. ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഒരു യൂസർ ഇൻ്റർഫേസ് വരും. ഇതിനകത്ത് നമുക്ക് ജോയിൻ അല്ലെങ്കിൽ ക്രിയേറ്റ് ക്ലാസ് ആണ്, രണ്ട് ഓപ്ഷനാണ് ഉണ്ടാവുക. ക്രിയേറ്റ് ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്റ്റാഫിന് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അപ്പോൾ ഇതിൽ ക്ലാസ് നെയിംസ് ഉണ്ട്, സെക്ഷൻ, റൂം, സബ്ജക്റ്റ് ഇതൊക്കെ കൊടുക്കാം. ഇത് ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സണൽ ഇമെയിൽ ID മാത്രം മതി. ആ പേഴ്സണൽ ഇമെയിൽ ID വെച്ചിട്ട് നമുക്ക് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ ക്ലാസ്സിലേക്ക് ഇപ്പോൾ നമ്മളുടെ ഏത് സബ്ജക്റ്റാണോ ആ സബ്ജക്റ്റിന് ആവശ്യമായിട്ടുള്ള ലെക്ചേഴ്സൊക്കെ നമുക്ക് ഇതിനകത്ത് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് ഇൻഡിവിജ്വലായിട്ട് ക്ലാസ് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്, ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്തിരിക്കുന്നത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇതാണ്, ഹോം പേജാണ്. സോ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അവർക്ക് അവരുടെ എത്ര നമ്പർ ഓഫ് സ്റ്റാഫ്സ് ഉണ്ടോ ആ സ്റ്റാഫിൻ്റെ എല്ലാം പേഴ്സണൽ ഇമെയിൽ ID കളക്ട് ചെയ്തിട്ട് ഓരോ സ്റ്റാഫിനെ എന്ത് ചെയ്യാൻ പറ്റും, ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ആഡ് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദെൻ ഇനി അതേപോലെ തന്നെ എത്ര ക്ലാസ്സസ് ഉണ്ടോ, ഇപ്പോൾ സ്കൂളുകളിലാണെങ്കിൽ 1 to 10 വരെയുള്ള ക്ലാസ്സസ്, അതേപോലെ കോളേജിലാണെങ്കിൽ സെമസ്റ്റർ വൈസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഓരോ ക്ലാസ് കാണുന്നതിനും സ്റ്റുഡൻസ് എന്ത് ചെയ്യണം, അവർക്ക് ജോയിൻ ചെയ്യണം ഈ ക്ലാസ്സിലേക്ക്. അപ്പോൾ ഈ ജോയിൻ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിലുള്ള ജോയിൻ ഓപ്ഷൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. സ്റ്റുഡൻസ് അവരുടെ സെയിം തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യുക. അവർ ക്രിയേറ്റ് ക്ലാസ്സിന് പകരം, അതേപോലെ തന്നെ അവരുടെ ഇമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുക. ദെൻ അവർക്ക് ക്രിയേറ്റ് ക്ലാസ്സിന് പകരം ജോയിൻ ക്ലാസ് ക്ലിക്ക് ചെയ്യുക. ജോയിൻ ക്ലാസ്സിൽ അപ്പോൾ അവിടെ ഒരു ക്ലാസ് കോഡ് ചോദിക്കും. ഈ ക്ലാസ് കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുന്ന ക്ലാസ്സാണ്. ഇപ്പോൾ ഇതിനകത്ത് തന്നെയാണെങ്കിൽ നോക്കിക്കുക, കുറേ സെമസ്റ്റേഴ്സും അതിനകത്ത് കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സും ഉണ്ട്. സോ എല്ലാ സ്റ്റുഡൻസിനും എല്ലാം വ്യൂ ചെയ്യണം എന്നില്ല. അവർക്ക് ആവശ്യമുള്ള ക്ലാസ്, അവർ ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിൻ്റെ ക്ലാസ് കോഡ് മാത്രം എന്ത് ചെയ്യുക, അവർക്ക് അയച്ചു കൊടുക്കുക. ഇപ്പോൾ ഇതിനകത്താണെങ്കിൽ ഈ SOCSലൊരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ SOCS ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ സെറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സെറ്റിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജനറലിൽ ക്ലാസ് കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ക്ലാസ് കോഡ് കോപ്പി ചെയ്യുക. ക്ലാസ് കോഡ് കോപ്പി ചെയ്തിട്ട് ആ സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ആ പെർട്ടിക്കുലർ ക്ലാസ് എന്ത് ചെയ്താൽ മതി, സ്റ്റുഡൻറ്റ് കയറിയിട്ട് ജോയിൻ ചെയ്താൽ മതി. ഈ ക്ലാസ് കോഡ് ടൈപ്പ് ചെയ്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്ലാസ്സിലുള്ള എല്ലാ സബ്ജക്ട്സിൻ്റെയും വീഡിയോസും ആ സ്റ്റുഡൻറ്റിന് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ സ്റ്റുഡൻസിന് ഇപ്പോൾ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ സെറ്റിങ്സിൽ പോയിട്ട് ഓൺലി ടീച്ചർ ക്യാൻ പോസ്റ്റ് സ്ട്രീം സെറ്റിങ്ങിൽ ഓൺലി ടീച്ചർ ക്യാൻ പോസ്റ്റ് ആൻഡ് കമൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചേഴ്സിന് മാത്രമേ ഇവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഷെയർ വിത്ത് യുവർ ക്ലാസ്, അതായത് ഓരോ സബ്ജക്റ്റിന് നമ്മൾ ക്രിയേറ്റ് ചെയ്യണ്ടേ. അപ്പോൾ ഷെയർ വിത്ത് യുവർ ക്ലാസ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് സബ്ജക്റ്റും ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
സബ്ജക്റ്റ് ടൈപ്പ് ചെയ്യുക. ദെൻ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് ഐക്കണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലിങ്കായിട്ടോ ഫയലായിട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യാൻ പറ്റും. അതായത് PPTയോ വേർഡോ അതല്ല അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ അറ്റാച്ച് ചെയ്യാം. അതല്ല വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ഫയലിൽ പോയിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് സ്പേസ് കുറവാണ്. അപ്പോൾ സ്പേസ് നമുക്ക് കൂടുതൽ ആവശ്യമുണ്ടെന്നുണ്ട്. ഇപ്പോൾ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറേ TBs ആവശ്യം വരും എല്ലാ സ്റ്റാഫിനും അപ്ലോഡ് ചെയ്യണമെങ്കിൽ. ഇത് പേ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഈ സ്പേസസ് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ കുറേ സ്പേസ് വേണ്ട ഒരു സിറ്റുവേഷനാണെങ്കിൽ ഒരു സ്റ്റാഫ് എന്ത് ചെയ്യുക, യൂട്യൂബിൽ പോയിട്ട് നമ്മളുടേതായ ചാനൽ ക്രിയേറ്റ് ചെയ്യുക. ആ യൂട്യൂബിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, വീഡിയോ അപ്ലോഡ് ചെയ്യുക. എന്നിട്ട് ആ വീഡിയോയുടെ ലിങ്ക് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ അറ്റാച്ച്മെൻറ്റിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ലിങ്ക് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ഓൾറെഡി ഇത് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിലുള്ളതാണ്. സോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ യൂട്യൂബിൻ്റെ ഇതിലേക്കായിരിക്കും ഇത് പോകുക. സോ ഇത് കുറച്ചും കൂടി അപ്പോൾ ബഫറിങ് ഒക്കെ കുറവായിരിക്കും. അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ അഡ്വാൻറ്റേജസ് ഉണ്ടായി. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സ്റ്റുഡൻസിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതുപോലെ ക്ലാസ് കോഡ് അയച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിന് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ആഡ് ചെയ്യുന്ന സ്റ്റുഡൻസിനെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്കിത് വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇത് കുറേ സ്റ്റുഡൻസ് ഉള്ള സമയത്ത് നമുക്കത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ ബെറ്റർ നമ്മൾ ഈ ക്ലാസ് കോഡ് അയച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ് കോഡിൽ വെച്ചിട്ട് ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിന് മാത്രമേ നമ്മളുടെ നോട്ട്സും ഇതൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടത്തുള്ളൂ. സോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.